ലോകരാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ചതുരംഗ പലക വീണ്ടും മധ്യപൂർവേഷ്യൻ മണ്ണിലേക്ക് വഴിമാറുമ്പോൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് ഒരു അഗ്നിപർവ്വതമായി പുകയുകയാണ്. കേവലം ഒരു ഭൂമിശാസ്ത്രപരമായ ജലപാത എന്നതിലുപരി ആഗോള വിപണിയുടെ ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കുന്ന ഈ പ്രദേശം ഇന്ന് വൻ ശക്തികളുടെ പടയോട്ടത്തിനും തന്ത്രപരമായ കരുനീക്കങ്ങൾക്കും വേദിയാകുന്നു. ലോകത്തിലെ എണ്ണ ഗതാഗതത്തിന്റെ 1/3 വിഹിതവും വഹിക്കുന്ന ഈ പാതയിൽ സംഭവിക്കുന്ന ചെറിയൊരു അസ്വസ്ഥത പോലും ആഗോള സാമ്പത്തിക ഭദ്രതയിൽ സുനാമി സൃഷ്ടിക്കാൻ കെൽപ്പുള്ളതാണ്. ഹോർമൂസിലെ ഓരോ ചലനവും നിശ്ചയിക്കുന്നത് ലോകത്തിന്റെ സമാധാനമാണെന്നിരിക്കെ ഈ തന്ത്രപ്രധാന മേഖലയിലെ അശാന്തി വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ മുന്നോടിയാണോ എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. ഇറാനോട് നേരിട്ട് നൽകിയ ഭീഷണികൾ, 48 മണിക്കൂർ സമയപരിധി, വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും ലക്ഷ്യമിടുന്ന മുന്നറിയിപ്പുകൾ ഇവയെല്ലാം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കേവലം സമ്മർദ്ദതന്ത്രങ്ങൾ എന്നതിലുപരി ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. കടലിടുക്ക് തുറക്കൂ അല്ലെങ്കിൽ നരകത്തിൽ ജീവിക്കുമെന്ന രീതിയിലുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ ഒരു ആഗോള നേതാവിന് ചേർന്നതല്ലെന്ന് മാത്രമല്ല, അത് ലോകത്താകമാനം വലിയ ആശങ്കകളും അസ്വസ്ഥതകളുമാണ് സൃഷ്ടിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന ട്രംപിന്റെ അന്ത്യശാസനത്തെയും പ്രകോപനപരമായ മുന്നറിയിപ്പുകളെയും ഇറാൻ തള്ളിക്കളഞ്ഞത് സ്വാഭാവികമായ ഒരു പ്രതിരോധമാണ്. താൽക്കാലികമായ ഒരു വെടിനിർത്തലിനപ്പുറം മേഖലയിൽ സമാധാനം പുലരാൻ ഉപരോധങ്ങൾ നീക്കണമെന്നും യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണമെന്നുമാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 45 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം തള്ളിക്കളഞ്ഞ ഇറാൻ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണമെന്ന ഉറച്ച നിലപാടിലൂന്നിയ 10 പോയിന്റ് മറുപടി പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് അറിയിച്ചു. മേഖലയിലെ എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിക്കുക, ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിത ഗതാഗതത്തിന് പ്രോട്ടോകോൾ ഏർപ്പെടുത്തുക, അന്യായമായ ഉപരോധങ്ങൾ പിൻവലിക്കുക, പുനർനിർമ്മാണത്തിനുള്ള പ്രതിബദ്ധത ഉറപ്പാക്കുക തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങളാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA പുറത്തുവിട്ട റിപ്പോർട്ടിലുള്ളത്. എന്നാൽ ഇറാന്റെ ഈ നയതന്ത്രപരമായ നീക്കത്തോടും പരമാധികാരത്തോടും പ്രകോപനപരമായി പ്രതികരിച്ച ട്രംപ് ഏപ്രിൽ 7 രാത്രി 8 മണിക്കുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന അന്ത്യശാസനം ട്രൂത്ത് സോഷ്യൽ വഴി നൽകി. ഇറാന്റെ ഭരണകൂടത്തോടുള്ള തന്റെ കടുത്ത അസ്വസ്ഥതയും നരകതുല്യമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ഭീഷണിയും ട്രംപ് ആവർത്തിക്കുമ്പോൾ സ്വന്തം രാജ്യത്തിനും സുരക്ഷയ്ക്കും അവകാശങ്ങൾക്കും വേണ്ടി ഒരടി പോലും പിന്നോട്ടിൽ നിന്ന് ഇറാന്റെ നിശ്ചയദാർഢ്യം പശ്ചിമേഷ്യയിലെ വൻ യുദ്ധഭീതിയുടെ നിഴലിലാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സമാധാനത്തിന്റെയും നയതന്ത്രത്തിന്റെയും ശബ്ദമായി മുന്നോട്ട് വന്നത് സെർജെ ലാവ്റോവ് ആണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായിട്ടുള്ള സംഭാഷണത്തിൽ ലാവ്റോവ് വളരെ വ്യക്തമായ ഒരു സന്ദേശം നൽകി. അന്ത്യശാസ്ത്രങ്ങളുടെ ഭാഷ ഉപേക്ഷിച്ച് സംവാദത്തിലേക്ക് മടങ്ങുക. ഇത് വെറും ഒരു രാഷ്ട്രീയ പ്രതികരണമല്ല, മറിച്ച് ശക്തിയേക്കാൾ സംവാദത്തിന് പ്രാധാന്യം നൽകുന്ന റഷ്യയുടെയും ഇറാന്റെയും സംയുക്തമായ ലോക ദർശനമാണ്. സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗുഷേർ ആണവ നിലയത്തിന് സമീപം ഉണ്ടായ ഭീഷണികളും തുടർന്ന് റഷ്യ 198 തൊഴിലാളികളെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതും മനുഷ്യജീവിതത്തെ മുൻനിർത്തുന്ന ഒരു നിലപാടാണ്. ഒരു രാജ്യത്തിന്റെ വികസനത്തെയും ഊർജ്ജ നിലയങ്ങളെയും തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന അമേരിക്കൻ നയത്തിനെതിരെ ലോകം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പലപ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങളാൽ തെറ്റായി ചിത്രീകരിക്കപ്പെടുന്ന ഇറാന്റെ നിലപാട് യഥാർത്ഥത്തിൽ സ്വന്തം അടിസ്ഥാന സൗകര്യങ്ങളും ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. വൈദ്യുതി നിലയങ്ങൾ, പാലങ്ങൾ, എണ്ണ കേന്ദ്രങ്ങൾ ഇവയെ ലക്ഷ്യമിടുന്ന ആക്രമണങ്ങൾ ഒരു രാജ്യത്തിന്റെ നട്ടെല്ല് തകർക്കുന്നതിന് തുല്യമാണ്. അതിനെതിരെ ഇറാൻ നടത്തുന്ന പ്രതിരോധം ആഗോള നിയമങ്ങൾ അനുവദിക്കുന്ന സ്വാഭാവികമായ അവകാശമാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന ഏത് തടസ്സവും ആഗോള എണ്ണവിലയെ ബാധിക്കുമെന്നറിഞ്ഞിട്ടും അമേരിക്ക ഇത്തരം പ്രകോപനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ലോക സമ്പദ് വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ഇന്നത്തെ ലോകം ഒരു മാറ്റത്തിന്റെ ഘട്ടത്തിലാണ്. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന കാലം അവസാനിക്കുകയും പരസ്പര ബഹുമാനവും സഹകരണവും അടിസ്ഥാനമാക്കിയുള്ള ഒരു ബഹുദ്രവ ലോകം രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ മാറ്റത്തിന്റെ മുൻനിരയിൽ ഇന്ന് ഇറാനും റഷ്യയും നിലകൊള്ളുന്നു. ട്രംപ് നൽകിയ അന്ത്യശാസനങ്ങളും സമയപരിധികളും ചരിത്രത്തിൽ പലതവണ കണ്ട പരാജയ തന്ത്രങ്ങളാണ്. എന്നാൽ ഇറാനും റഷ്യയും സ്വീകരിക്കുന്ന ക്ഷമയുള്ള നയതന്ത്ര സമീപനം ദീർഘകാല സമാധാനത്തിനും സ്ഥിരതയ്ക്കും വഴിയൊരുക്കുന്നതാണ്. യഥാർത്ഥ ശക്തി യുദ്ധത്തിനല്ല, മറിച്ച് സമാധാനം നിലനിർത്താനുള്ള ആർജവത്തിലാണ്. ഭീഷണികളുടെയും യുദ്ധത്തിന്റെയും വഴി തിരഞ്ഞെടുക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന് മുന്നിൽ സംവാദത്തിന്റെയും പരമാധികാരത്തിന്റെയും കൊടിയടയാളവുമായാണ് ഇറാൻ നിലനിൽക്കുന്നത്. ഈ പോരാട്ടം വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ച് അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള ഒരു ജനതയുടെ അതിജീവനത്തിന്റെ ശബ്ദമാണ്. അന്ത്യശാസ്ത്രങ്ങൾക്കപ്പുറം നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമാധാനത്തിനായി ലോകം ഇറാന്റെ നിലപാടിനൊപ്പം നോക്കി നിൽക്കുകയാണ്.